അപ്പോൾ അതേ ഞാനുണ്ടാക്കണ അപ്പവും ഇഷ്ടം ഇങ്ങനെയാട്ടാ. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 നാഴി, ഞങ്ങളുടെ നാഴി ഗ്ലാസ് ആട്ടത്, 3 നാഴി അരി എടുത്ത് കുതിർത്തിയിട്ടുണ്ട്. രാവിലെ കുതിർത്തിയിട്ടതാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ അരയ്ക്കണത്. അതിൽ നിന്ന് ഒരു 2 കയ്യിലെടുത്തിട്ട് അരച്ചു. അപ്പോൾ കുറച്ച് അരയാത്തത് കൊണ്ടാണ് മിക്സിയിൽ 2 കയ്യിലെടുത്തിട്ട് അരച്ചത് കേട്ടോ. അതിൽ നിന്ന് ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് നമുക്ക് നന്നായി കുറുക്കിയെടുക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 3 പിടി ചോറ്, പിന്നെ ഒരു നാളികേരം, അതിൻ്റെ വെള്ള ഭാഗം മാത്രം ഇട്ടാൽ നമുക്കതിൻ്റെ കറുത്ത ഭാഗം എടുക്കണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ പഞ്ചസാര, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എല്ലാം കൂടി നന്നായി മിക്സിയിലിട്ട് അരയ്ക്കുക. പിന്നെ നമ്മൾ കുറുക്കി വെച്ചത് ചൂടാറി കഴിഞ്ഞാൽ അതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ നമുക്ക് എത്ര മധുരം വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിത് നന്നായി അരച്ചെടുത്തു. ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇട്ടിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിനേക്കാളും കുറച്ച് ലൂസായിട്ട് കൈ വെച്ച് തന്നെ നന്നായി ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് രാത്രിയാകുമ്പോൾ ഞാൻ അരച്ച് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായി മാവ് പൊന്തി പോയിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇഷ്ടമുണ്ടാക്കാം. കുക്കർ വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 4 ഉരുളൻകിഴങ്ങും 2 സബോളയും അതും കൂടിയിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ അതിലതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം നമുക്ക് അതിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കണ്ട. അതിരുന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിക്കോളും. ഇനി ഇതേ നമുക്ക് നമ്മുടെ അപ്പങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്കത് ഒരു പൂ പോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം.